രാജ്യം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ സംശയത്തിന്റെ നിഴലിലാണ് എന്ന് പറയാതെ വയ്യ. വോട്ടെടുപ്പ് അട്ടിമറിക്കുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെ കേരളത്തിൽ നടക്കും വരുന്ന ക്രമക്കേട് വാർത്തകൾ അത്തരത്തിൽ ഞെട്ടലുണ്ടാക്കുന്നതാണ്. തൃശൂർ ചേലക്കരയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ വൻ അട്ടിമറിയെന്ന് 24 അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നു. അതായത് വീട്ടുകാർ അറിയാതെ അവരുടെ വിലാസത്തിൽ നിരവധി ആളുകൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്നതാണ് വസ്തുത. നാട്ടിൽ പോലും ഇല്ലാത്ത ആളുകളാണ് ഇവരെന്ന് യഥാർത്ഥ വോട്ടേഴ്സ് പറയുന്നുമുണ്ട്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ വരുന്ന കൊണ്ടഴി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. മുത്തങ്ങാക്കുണ്ട് കോളനി വീട്ടിൽ സുരേഷ് ബിന്ദു ദമ്പതികളുടെ വീട്ടിലാണ് അവരറിയാതെ അതേ വീട്ടു നമ്പറിൽ യദു കൃഷ്ണ എന്ന 23-കാരൻ പുതിയ വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നാണ് വസ്തുത. പഴയ കോളനി വീട്ടിൽ രാധാകൃഷ്ണന്റെ 141-ാം നമ്പർ വീട്ടിൽ അവരറിയാതെ ശിവശങ്കരൻ മണലാടി എന്നയാൾ ഇടം പിടിച്ചു എന്നതാണ് വസ്തുത. അങ്ങനെയൊരു വീട്ടു നമ്പറിൽ ആ വീട്ടുകാരോ നാട്ടുകാരോ അറിയാത്ത നിരവധി ആളുകൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്നതാണ് ക്രമക്കേട്. കള്ളവോട്ടുകൾക്ക് പിന്നിൽ BJP ആണ് എന്ന ആരോപണവും പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നമ്മുടെ പ്രതിനിധി അമൽ സുരേന്ദ്രനോട് നാട്ടുകാർ നടത്തിയ ചില പ്രതികരണങ്ങൾ കൂടി കാണുക. ഇവിടെ പുതിയ വോട്ടർമാരായിട്ട് ഇവിടെ കാലങ്ങളോളം വസിക്കുന്ന ആൾക്കാരുടെ വീട്ടു നമ്പർ വെച്ചിട്ട് തന്നെ പുതിയ വോട്ടർമാർ ചേർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചേർത്തപ്പെട്ടിട്ടുള്ള വോട്ടർമാരെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെയുള്ളൊരു വീടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അഡ്രസ്സിലോ അങ്ങനെയുള്ളൊരു വ്യക്തിയോ ഈ പ്രദേശത്ത് താമസിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 141-ൽ 6 പേരാണ് വോട്ടർമാരുള്ളത്. അത് എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ്, അച്ഛനമ്മ, ചേട്ടൻ, ചേട്ടത്തിയമ്മ, അങ്ങനെ 6 പേരാണുള്ളത്. ഇപ്പം ഞങ്ങളുടെ ഈ 141 ഈ നമ്പറിൽ പുതിയൊരാളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ശിവശങ്കരൻ എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾക്ക് അറിയ പോലും ഇല്ല. അത് ശിവശങ്കരൻ മണലാടി പറഞ്ഞൊരു ഹൗസ് പറഞ്ഞിട്ടാണ് വീട്ടു നമ്പറിൽ ഞങ്ങളുടെ ഇതിൽ വന്നിരിക്കുന്നത്. അവർ ഞങ്ങൾക്ക് അറിയണ ആളല്ല, ഞങ്ങളുടെ ഇതിൽ അഡീഷണൽ ആയിട്ട് കയറ്റിയിരിക്കുകയാണ്. ഇതെങ്ങനെ ഈ വീട്ടു നമ്പറിൽ ഇങ്ങനെ പേര് വന്നു അറിയില്ല, ആ കാര്യം ഞങ്ങൾക്കറിയില്ല. ഇല്ലല്ല, ഈ അടുത്ത ആ ഒരു യദുകൃഷ്ണൻ പറഞ്ഞ ഒരു വ്യക്തി ഇവിടെ ഈ ഭാഗത്തില്ല. ഞങ്ങളുടെ ഈ ഇത്രയും പരിസരത്ത് 100ഓളം വീടുള്ള അടുത്തില്ല യദുകൃഷ്ണൻ പറഞ്ഞത്. അത് എങ്ങനെയാണെന്ന് അറിയില്ല. അതിപ്പോൾ എഴുതി കൊണ്ടുപോയി തെറ്റാണോ അതും അങ്ങനെ അറിയില്ല, എന്താ സംഭവം അറിയില്ല. ഇവിടെ ഞങ്ങൾ ആരും അങ്ങനത്തെ പേര് പറഞ്ഞു കൊടുത്തില്ല. അത് തദ്ദേശ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക ക്രമക്കേടാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇന്നും പുറത്തുവരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന ഘട്ടത്തിലാണ് ഈ വ്യാപക അട്ടിമറി നടന്നത് എന്നാണ് വിവരം. അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. നഗരത്തിൽ മാത്രം 12 ഫ്ളാറ്റിൽ കള്ളവോട്ട് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്നത് പോലെ ഇത്രയും മേഖലകൾ, ഒന്ന് പൂങ്കുന്നം, പുഴയ്ക്കൽ, അയ്യന്തോൾ മേഖലകളിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഈ കള്ളവോട്ട് ചേർത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഏതൊക്കെയാണ്? ഇൻലാൻഡ് ഉദയ ഉണ്ട്, ശോഭ സഫയർ ഉണ്ട്, ചേലൂർ കൺട്രി ഉണ്ട്, ശക്തി അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, വാട്ടർ ലില്ലി പഞ്ചിക്കൽ ഉണ്ട്, ഗോവിന്ദ് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ശോഭ ടോപ്പേഴ്സ് എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റ് ഉണ്ട്, ക്യാപിറ്റൽ വില്ലേജ് ഉണ്ട്, ശ്രീശങ്കരി അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ടെമ്പിൾ ടവർ ഫ്ളാറ്റ് ഉണ്ട്, CIDBI ചരിത്രം, സീതാറാം അപ്പാർട്ട്മെന്റ്സ് എന്നിവിടങ്ങളിലാണ് വ്യാപകമായി ഈ വോട്ട് ക്രമക്കേടുകൾ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ഫ്ളാറ്റുകളിലും താമസക്കാർ അറിയാതെയാണ് ഈ വോട്ടുകൾ ചേർത്തത് എന്ന കാര്യവും വ്യക്തമാണ്. ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളിൽ കൂട്ടത്തോടെ വോട്ട് ചേർത്തിട്ടുമുണ്ട്. ഫ്ളാറ്റുകളിലെ താമസക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്ന സാധ്യത കൂടി മുതലെടുത്തായിരുന്നു ഈ രീതിയിലുള്ള ക്രമക്കേട് നടത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. BJPക്കെതിരെയാണ് ഈ ആരോപണമൊക്കെ ഉയർന്നു വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്.